കേരളത്തിലുള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന നമ്മുടെ വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും ടാബും ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെറും 6000 രൂപ മുതലാണ് ഈ ഒരു ഷോപ്പിൽ യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ 2026 ഏറ്റവും വലിയ ഓഫേഴ്സുമായിട്ട് നമ്മുടെ എറണാകുളം വൈറ്റില ഹബിന് തൊട്ടടുത്തുള്ള ടെക്കി ഒരുങ്ങിയിരിക്കുകയാണ്. ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ആ പേരൊന്ന് പറയൂ. നദിയ. ഓക്കെ, നദിയ നമ്മളോട് എല്ലാ ഓഫേഴ്സും പറയട്ടോ. ഇതിൽ ഏറ്റവും ആകർഷകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇവരുടെ എക്സ്ചേഞ്ച് ഓഫറാണ്. അതായത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പഴയ ലാപ്ടോപ്പുകൾ, പഴയ കമ്പ്യൂട്ടർ, പഴയ ടാബ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് ഐറ്റമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അടിപൊളി ഒരു ഓഫറാണ്. നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് ടാബ് വന്നിട്ടുണ്ട്, PCs വന്നിട്ടുണ്ട്, മോണിറ്റർ, ഓൾ ഇൻ വൺ, അങ്ങനെ പുതിയ ലാപ്ടോപ്പിന്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഫോക്കസ് ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫറാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെഡ് കണ്ടീഷൻ ആയ ലാപ്പ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രൈസ് ഇട്ടിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യും. നമ്മുടെ കൈവശമുള്ള ഡെഡ് കണ്ടീഷനുള്ള ലാപ്പുകളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ജസ്റ്റ് ഒരു ഫിനാൻസ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊന്ന് വിൽപ്പന നടത്തണം, അത് വിൽക്കണമെങ്കിലും നമ്മുടെ ടെക്കിയെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു വില തന്ന് ആ ഒരു നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് ഇവർ വാങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി കൂടി ടെക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു 2026 ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഈ ഒരു ഷോപ്പിന്റെ ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 6000 രൂപ റേഞ്ചിലൊക്കെയാണ് ഇവിടെ ലാപ്ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. യൂസ്ഡ് ലാപ്ടോപ്പ്, ഈ കാണുന്ന ലാപ്ടോപ്പാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. 6000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അതുപോലെ ഇത് 7000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഗൂഗിളിന്റെ ക്രോം ബുക്ക് സീരീസിൽ പെട്ട ലാപ്ടോപ്പ് ആണ് അല്ലേ? ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയത് ഇതൊക്കെ ഇപ്പൊ വന്നതാണ് ആണല്ലേ. ഈ കാണുന്ന സെക്ഷനൊക്കെ കംപ്ലീറ്റ് നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസ്ഡ് ലാപ്ടോപ്പ് ആണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഇതിന്റെ മാക്സ് എങ്ങനെയാണ്, റേഞ്ച് എങ്ങനെ 6000 to എത്രയാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു റേഞ്ചിൽ വരുന്നത്? ഒരു 16, 17 അങ്ങനെ 20-നുള്ളിലുള്ള ലാപ്പുകളല്ലാണ്ട് 20,000 രൂപയിൽ ഉള്ളിലുള്ള ലാപ്ടോപ്പാണ് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റും വരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി വളരെ പെട്ടെന്നൊരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു കട തുടങ്ങുമ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ, കണക്കൊക്കെ ടാലി ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കിൽ ലാപ്ടോപ്പ് ഉണ്ട്. അത് മാത്രമല്ല ടെക്കിയിൽ എത്തിപ്പെടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അല്ലേ? നമ്മുടെ വൈറ്റില മൊബൈലിറ്റി ഹബിന് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു ഷോപ്പിലേക്കുള്ളത്. അപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ തമിഴ്നാട്, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഈസി ആയിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 3 കിലോമീറ്റർ ബസ്സിൽ വന്നാൽ നമ്മുടെ വൈറ്റില വെൽകെയർ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈസി ആയിട്ട് എത്തിച്ചേരാം. പിന്നെ നമ്മൾ അയക്കുന്നില്ലേ, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഓൾ കേരള ഡെലിവറിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ആദ്യം കുറച്ച് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഈ കാണുന്ന മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഇത് 11,999 ക്രോം ബുക്കിന്റെ മറ്റൊരു മോഡലാണ് കേട്ടോ. സാംസങ്ങിന്റെ ഒരു ലാപ്ടോപ്പ് ആണെന്ന് പറയാൻ സാധിക്കും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ധാരാളം അല്ലേ? അതുപോലെ HP ഈ ഒരു ലാപ്ടോപ്പ് കൊണ്ടോ i3 6th ജനറേഷൻ 4GB റാം 1TB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. 15.6 ഡിസ്പ്ലേ സൈസ് ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും തരുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇതിന്റെ ഒരു ഫിനിഷ് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് തോറ്റു പോകുന്ന ഫിനിഷാണ് ഈ ഒരു ലാപ്ടോപ്പിന് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി ഒരു ലാപ്ടോപ്പ് ആണെന്ന് പറയാൻ സാധിക്കും. ഇതിന്റെയൊക്കെ പ്രൈസ് HP എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 ബ്രാൻഡാണ്. അതിന്റെ പ്രൈസ് വരുന്നത് വെറും 13,999 രൂപയ്ക്കാണ് ഓഫറിൽ പ്രൈസ് വരുന്നത് കേട്ടോ. 12,999 മോഡലാണ്. 14,000 രൂപ 15,000 രൂപ ലാപ്ടോപ്പ് ആണ് കേട്ടോ. ഏസറിന്റെ ഒരു മാറ്റ് ഫിനിഷ് ലാപ്ടോപ്പ് ആണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം വരുന്ന ആൾക്കാർക്ക് നോക്കി വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ എല്ലാ പ്രൈസ് ഉൾപ്പെടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് i3 5th ജനറേഷൻ ആണ്. 4GB റാം 500GB ഹാർഡ് ഡിസ്ക് ഡ്രൈവ് 15.6 ഇഞ്ച് ഡിസ്പ്ലേയും ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള സാധാരണ ആളുകൾക്ക് പോക്കറ്റ് ഒതുങ്ങുന്ന വിലയിൽ ലാപ്ടോപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വാറന്റി ഉള്ള ലാപ്ടോപ്പുകൾ നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഇരിക്കുന്ന സെക്ഷനിൽ കംപ്ലീറ്റും യൂസ്ഡ് ആയിട്ടുള്ള നല്ല ഹൈ എൻഡ് സ്പെക്കിൽ വരുന്ന വാറന്റി ഉള്ള ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് മോഡൽസ് ആണ് കേട്ടോ. ഇതിലെല്ലാത്തിനും വാറന്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് അത്?
ഇത് കമ്പനി വാറണ്ടി കഴിയാത്തതാണ്. ജസ്റ്റ് കസ്റ്റമർ ഒരു 1-2 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യണതാ. അപ്പൊ നമുക്കിപ്പോ കസ്റ്റമേഴ്സ് കൂടുതലും ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്, കമ്പനി വാറണ്ടി ഉള്ള സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ ഈ ആഴ്ച നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് കയറിയിട്ടുണ്ട്, കമ്പനി വാറണ്ടി മാത്രമായിട്ടുള്ളത്. ഈ വരുന്ന മോഡൽ എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് Ryzen i7 ആണ്. പിന്നെ റാം ആണെങ്കിൽ 24 വരുന്നുണ്ട്, SSD ആണെങ്കിൽ 1 TB ഉണ്ട്. ഇതിന് കമ്പനി വാറണ്ടി 13/7/2026 വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉള്ള പീസാണ് അല്ലേ? ഇതിനൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ, ഇതിന് നമുക്ക് ഓഫർ പ്രൈസ് 58,999 രൂപയാണ് നമ്മുടെ ടെക്കിയുടെ പ്രൈസ് വരുന്നത്. ഒറിജിനലി എന്ത് വില വരും? 2 ലക്ഷത്തിന് മേളിൽ വരും. 2 ലക്ഷം രൂപയിൽ മേലെ വരുന്ന ഹൈ എൻഡ് പെർഫോമൻസ് ലാപ്ടോപ്പ് ആണ് ടെക്കി സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ വെറും 58,999 പ്രൈസ് ടാഗിൽ കൊടുക്കുന്നു കേട്ടോ. നോർമലി നമ്മൾ എഡിറ്റിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഹൈ എൻഡ് പർപ്പസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത്രയും കാശൊക്കെ മുടക്കിയാണ് ഓരോ കമ്പനീസിലും ലാപ്ടോപ്പ് വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലെ ഗ്രാഫിക്സ് വർക്ക്, മായ, 3D Max ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ആണ് അല്ലെ. ഇത്രയും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇങ്ങനെയുള്ള മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ. അടുത്ത മോഡൽ ഇതേ ഇരിക്കുന്നു. ഇത് ഏത് മോഡലാണ് ഇത് വരുന്നത്? ഏത് കമ്പനിയുടെ? ThinkPad Ryzen 7 Pro. 16 GB റാം ഉണ്ട്, 512 HDD ആണ് വരുന്നത്, 14 ഇഞ്ച് ഡിസ്പ്ലേ. കമ്പനി വാറണ്ടി അപ് ടു 29/7/2026 7-ാം മാസം വരെ ഇതിന്റെ വാറണ്ടി എക്സ്റ്റൻഷൻ ഉണ്ട് അല്ലേ? ഇതിന് എന്തായിരിക്കും നോർമൽ പ്രൈസ് വരുന്നത്? 1.5 ലക്ഷം രൂപയുടെ മേളിൽ വരും. 1.5 ലക്ഷം രൂപ മേലെ വരുന്ന ലാപ്ടോപ്പിന് നമ്മുടെ പ്രൈസ്, ടെക്കിയുടെ പ്രൈസ് 52,999 കേട്ടോ. അപ്പൊ ഇതും നല്ലൊരു ഹൈ എൻഡ് പെർഫോമൻസ് ലാഭമുള്ള ഒരു ഡീലാണ്. ഈ ലാപ്പ് ഉണ്ടോ? ഇത് ഒരു 2-2.5 ലക്ഷത്തിന് മേളിൽ വരുന്ന ലാപ്പാണ്. ഇതിന്റെ പെക്ക് നോക്കിക്കേ, i7 12th ജനറേഷൻ. പിന്നെ റാം തന്നെ 32 GB ഉണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഗ്രാഫിക്സ് തന്നെ ഉണ്ട് 12 GB. 12 GB ഗ്രാഫിക്സ് കാർഡ്. അത് RTX A3000 ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ റാമും 32 എന്ന് പറയുമ്പോഴേക്കും ലൈറ്റനിങ് ഫാസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആയിരിക്കും. ഇതിനേക്കൊന്നും ഒരു 2 ലക്ഷം 2.5 ലക്ഷം അല്ലെ? 2.5 ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ആണ്. ഇതിന്റെ ഇവിടുത്തെ ഓഫർ പ്രൈസ് 75,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് അവരിവിടെ വിൽപ്പന നടത്തുന്നത്. അതുപോലെ തന്നെ പകുതിയുടെ 1/3 റേറ്റിൽ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. 2026 10ാം മാസം വരെ 31/10/26 വരെ ഇതിന് കമ്പനി വാറണ്ടി ലഭ്യമാണ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഡീലായിരിക്കും അല്ലേ? അപ്പൊ അടിപൊളി HP മോഡൽ ലാപ്ടോപ്പ് ആണ്. ഇത് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നെക്സ്റ്റ് ഏത് ഐറ്റം ആണ് വരുന്നത്? പിന്നെ വരുന്നത് ഇത് അൾട്ര. ഇതും ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് ഒരു 1.5 ലക്ഷത്തിന് മേളിൽ വിലയുള്ള ലാപ്പാണ്. 1.5 ലക്ഷം രൂപയിൽ മേലെ വിലയുണ്ട്. നമ്മുടെ ഓഫർ പ്രൈസ് എത്രയാണ്? 47,999. 47,999 മാത്രം കേട്ടോ വരുന്നത്. അതുപോലെ ഇൻക്ലൂഡിംഗ് കമ്പനി വാറണ്ടി അപ് ടു 2028 വരെയുണ്ട്. 10ാം മാസം വരെ. 2028 വരെയുള്ള ലാപ്ടോപ്പിന് 47,999 1.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ബ്രാൻഡ് ന്യൂ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഹൈ എൻഡ് വർക്ക്, ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് എല്ലാം അല്ലേ? ഫോട്ടോഷോപ്പിന്റെ ഒക്കെ ലേറ്റസ്റ്റ് വേർഷൻ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ ഫിനിഷ് എന്ന് പറഞ്ഞാൽ നല്ല പിക്ചർ പെർഫെക്റ്റ് ഫിനിഷിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. കമ്പനി വാറണ്ടി ഉള്ള ലാപ്ടോപ്പ് 3/1 വില. അതാണ് ഈ ഒരു കടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് ഡെല്ലിന്റെ ആണ്. ഡെല്ലിന്റെ ഇതും കമ്പനി വാറണ്ടി ഉള്ളതാണ്. 17/10/2026 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. i5 13th ജനറേഷൻ. 8 GB റാം ആണ് വരുന്നത്. 512 ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 38,999 ആണ് ഡെല്ലിന്റെ ഈ ഒരു ലാപ്ടോപ്പിന്റെ വില നമുക്ക് വരുന്നത് കേട്ടോ. ഈ വിൻഡോസ് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയൊരു കൺസേൺ പല മൾട്ടിപ്പിൾ ബ്രാൻഡ്. അതായത് നമ്മുടെ ഈ ഒരു ടെക്കിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാറണ്ടിയിലുള്ള ഐറ്റംസ് മാത്രമല്ല, എല്ലാ ലാപ്ടോപ്സും എല്ലാ കമ്പനിയുടെയും ഇവിടെ അവൈലബിൾ ആണ്. ലെനോവോ ഉണ്ട്, HP ഉണ്ട്, ഡെൽ ഉണ്ട്, അങ്ങനെ അല്ലെ? ThinkPad, ThinkBook അതിന്റെ എല്ലാ വേരിയേഷൻസും. ഇപ്പൊ പിന്നെ മെയിൻ ആയിട്ടും സ്പെയറിനൊക്കെ റേറ്റ് കൂടുതലായി. റാമിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും 512 SSD ഒക്കെ തന്നെ എടുക്കണമെങ്കിൽ ഒരു 10,000 രൂപയുടെ അടുത്ത് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ റേറ്റ് നമ്മൾ ഇട്ടേക്കണ അഫോർഡബിൾ ആണ്. അതെ. ആ ഒരു സ്പെഷ്യൽ പാർട്ടി തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ അത്രയും വരും. അത് വെച്ച് നോക്കുമ്പോൾ വാറണ്ടി ഉള്ള ഒരു ഐറ്റം നമുക്ക് കിട്ടുകയാണ്. അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫ്രണ്ട്സ് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഞാൻ കണ്ടോ. ഇത് എന്താണ് ഐറ്റം? ഇതാണ് ഓൾ ഇൻ വൺ PC എന്ന് പറയുന്നത്. ഓൾ ഇൻ വൺ PC അല്ലേ? ഇത് ഇവിടെ ഡിസ്ക് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ, ഒരു ഗ്യാപ്പും ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? എല്ലാം ഇൻബിൽഡ് ആണ്. അപ്പൊ CPU സെപ്പറേറ്റ് വേണ്ട? വേണ്ട. ഇതിൽ തന്നെ എല്ലാം ഇതിലെല്ലാം ഇൻബിൽഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അല്ലേ? ഓക്കെ. ഇത് കൊള്ളാണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ഞാൻ കാണുന്നുണ്ടോ. നോക്കി, ഈ ഒരു സൈഡിലാണ് നമുക്ക് CD ഇടാനുള്ള ഡ്രൈവ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. വേറെ വയറ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ട് ഒരു ടേബിളിന്റെ പുറത്ത് വെച്ച് നമ്മൾ കുത്തി ഓൺ ചെയ്താൽ മാത്രം മതി. വീട്ടിൽ മാത്രമല്ല, പിന്നെ അക്ഷയ സെന്റർ ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ക്യാമറ കണ്ടോ? പറ്റുന്ന ക്യാമറ. ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. വെബ് ക്യാമറ ആണ് നിങ്ങൾ കാണുന്നത്. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് പോയി ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്ത് വിലയായിരിക്കും നമുക്ക് വരുന്നത്? ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 23,999. 23,999
രൂപ. വീട്ടിലൊക്കെ വാങ്ങിച്ചു വെക്കാനും കടകളിലും ഓഫീസിലേക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ്. ഇതിനൊക്കെ എത്ര നമ്പർ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് കൊണ്ടുപോയി ഒരു സ്ക്രീൻ പോലെ വെക്കുക, ടേബിളിന്റെ പുറത്ത് വെക്കുക, എവിടെ വേണമെങ്കിലും കുത്തി ഓൺ ചെയ്യുക. വേറെ വയറ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, CPU ഒന്നുമില്ല അല്ലേ. അടിപൊളി ഒരു ഐറ്റം. ഇത് ഏത് കമ്പനിയാണ്? തിങ്ക് സെന്റർ അല്ലേ, നമുക്ക് ലെനോവോ അല്ലേ, ലെനോവോന്റെ കമ്പനിയാണ്. HD ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടല്ലേ. ഇതും അതുപോലെ തന്നെ ഗെയിമിങ്ങിന് പറ്റിയ PC ആണ്. ഗെയിമിംഗ് PC അല്ലേ. എത്രയായിരിക്കും വില വരുന്നത് നമുക്ക് ഇതിന്? ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുമ്പോഴത്തേക്കും ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിന് മേളിലാവും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 35,999 രൂപ മാത്രമാണ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത്. ഇത് i5 11th ജനറേഷൻ ആണ്. 16 GB റാം ഉണ്ട്, 256 ഹാർഡ് ഡിസ്ക് സ്പേസ് ഉണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സ്ക്രീനിന്റെ ഒരു എക്സ്ട്രാ ലാർജ് സൈസ് ആണ് കേട്ടോ. 35,999 വെർത്താണ് അല്ലെ. ഓൺലൈൻ ഗെയിം ഒക്കെ നിങ്ങൾ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അടിപൊളി ഒരു ഡെസ്ക്ടോപ്പ് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് ഗെയിം കളിക്കാം, സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കാം. അതുപോലെ തന്നെ പഠന ആവശ്യത്തിനൊക്കെ നല്ല മികച്ച ഒരു PC വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ ഒരു ഷോ തന്നെയാണ് അല്ലേ. നല്ലൊരു സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഹൈ എൻഡ് PC ആണ്. കാണുന്നതാണ് അതിന്റെ ഒരു CPU യൂണിറ്റ് വരുന്നത് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഒരു CPU ആണ്. നല്ല ലൈറ്റ് കാര്യങ്ങൾ, LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത്. A to Z നല്ല അടിപൊളി കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് PC, അതും പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ. ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈജൂസ് ടാബുകളുടെ ഒരു കളക്ഷൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ടെക്കിൽ നിന്ന് വന്ന് ബൈജൂസ് ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോക്ക് തീർന്നു പോയപ്പോൾ ഈ പ്രാവശ്യം ഒരു 1000കണക്കിന് മോഡൽസ് ബൈജൂസ് ടാബ് റീലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് നമുക്ക് ബോക്സ് പീസോട് കൂടി വന്നിട്ടുള്ള ബൈജൂസ് സ്മാർട്ട് ടാബ് ആണ് അല്ലേ. അടിപൊളി ഒരു ഐറ്റം ആണ്. എത്ര പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് ഇപ്പോൾ വരുന്നത് 6,300 ആണ്. 6,300 രൂപ അല്ലേ. ഇൻ ബോക്സ് പീസ് ആണ്. വെറും 6,300 രൂപ മാത്രമാണ് ഈ കാണുന്ന ബൈജൂസ് ടാബിന് പ്രൈസ് വരുന്നത്. ഇത് നോക്കി എൻ്റെ ഒരു മേക്ക് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബൈജൂസ് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന്റെ ഈ ഒരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലതാണ് ആണല്ലേ. എത്ര നേരം കിട്ടും നമുക്ക്? കൊണ്ടുപോയ കസ്റ്റമേഴ്സ് ഒക്കെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല റിവ്യൂ ആണ്. നല്ല റിവ്യൂ ആണല്ലേ. ഇതാണ് കേട്ടോ ഐറ്റം. നിങ്ങൾ നോക്കിക്കേ, എന്റെ ബാക്ക് പോർഷൻ ഇതാണ്. ഓൺ ഓഫ് ബട്ടൺ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. എക്സ്ട്രാ സ്റ്റാൻഡ് കാര്യങ്ങൾ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ബെഡിലൊക്കെ ഇരുന്ന് ഫിലിംസ് ഒക്കെ കാണണമെങ്കിൽ കണ്ടോ, ഇൻ ബിൽഡ് ആയിട്ട് സ്റ്റാൻഡ് കാര്യങ്ങൾ കംഫർട്ട് ആയിട്ട് കൊടുക്കാം ഇത്. ആണല്ലേ. ഓക്കെ ഓക്കെ, ശരിയാണ്. ഒന്നും അങ്ങനെ പ്രശ്നമൊന്നും പറ്റില്ല. ഓ, നിലത്ത് ചെറിയൊരു വീഴ്ചയിലൊന്നും പ്രശ്നങ്ങൾ പറ്റില്ല അല്ലേ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ്. ബോക്സ് പീസ് 6,300 രൂപ മാത്രമാണ് വരുന്നത്. നിങ്ങളൊരു ടെക് ലവറാണ്, ഗാഡ്ജറ്റ് ലവർ ആണെങ്കിൽ വെറും 6,300 ജസ്റ്റ് ഒന്ന് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്നും ഒരു അസറ്റ് ആയിരിക്കും. ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് അല്ലേ, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫിലിംസ് കാണാം അങ്ങനെ അല്ലേ. CCTVക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കൊണ്ടുപോകും. അങ്ങനെ പർപ്പസ് ഉണ്ടല്ലേ. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. CCTV യൂസ് ചെയ്യാനും കുറച്ച് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് CCTV ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ആ CCTVയുടെ ആപ്ലിക്കേഷൻ ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ആംഗിളിലേക്കുള്ള വ്യൂ ഇതിൽ തന്നെ കാണാം. ഇതിൽ കിട്ടും. അപ്പൊ മറ്റേ എക്സ്ട്രാ വലിയ TV ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓ, അതൊരു ഭയങ്കര വലിയൊരു പ്ലസ് പോയിന്റ്. ഇന്നത്തെ കാലത്ത് CCTV ഇല്ലാത്ത കേരളത്തിൽ വീടുകൾ വിരളമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ബൈജൂസ് ടാബുകൾ 6,300 രൂപ മാത്രം. അൺലിമിറ്റഡ് നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്നതൊക്കെ കംപ്ലീറ്റും ബൈജൂസ് ടാബുകളുടെ കളക്ഷൻ ആണ്. വിത്ത് ക്യാമറ ആൻഡ് വെബ് ക്യാമോട് കൂടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ വരുന്നത്. ഗൈസ്, അപ്പോൾ ഗെയിമിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും സ്വപ്നമായിട്ടുള്ള അവരുടെ ഭ്രാന്തമായിട്ടുള്ള ഒരു PC ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. റോഗിന്റെ സ്ട്രിക്സ് സീരീസിൽ പെട്ട ഈ ഒരു PC ഇത് ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ അടുത്ത് വില വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് അല്ലേ. പ്രോപ്പർലി ഇത് മാർക്കറ്റിൽ ഇപ്പൊ എന്ത് വിലയുണ്ട്? ഒരു 1.5 എബോ ഉണ്ട് ഓൺലൈനിൽ തന്നെ. ഓക്കെ ഓക്കെ, 70 സംതിങ്ങിൽ നമുക്ക് ചെയ്യാം. ഓ, 1.25 ഉള്ള സംഭവം. നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 70 അല്ലേ. 70 യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും വിലക്കുറവിലാണ് നമ്മുടെ ടെക്കിയിൽ ഗെയിമിംഗ് പീസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കമ്പ്യൂട്ടർ മൗണ്ടഡ് സ്ക്രീനുകളും അവൈലബിൾ ആണ് കേട്ടോ. മോണിറ്റേഴ്സ് മാത്രം വേണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അത് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഫുൾ സെറ്റ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എന്ത് വിലയിലായിരിക്കും ഫുൾ സെറ്റ് കൊടുക്കുന്നത്? നമ്മൾ 10,500 തൊട്ടാണ് സ്റ്റാർട്ടിംഗ്. 10,500 അല്ലേ. ഓ, 10,500 രൂപയിൽ കംപ്ലീറ്റ് സെറ്റ് ഫുള്ള് ഡെസ്ക്ടോപ്പ് വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ കമ്പ്യൂട്ടർ, അതായത് കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU അടങ്ങുന്ന സാധാരണ ഒരു കമ്പ്യൂട്ടർ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ടൈനി PC ഒക്കെ എന്ത് വിലയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടൈനി PC നമുക്കൊരു 12-15 ഉള്ളിലൊക്കെ ആണല്ലേ. 12,000 മുതൽ 15,000 പ്രൈസ് റേഞ്ചിൽ ടൈനി PC നമുക്ക് അവൈലബിൾ ആണ്. HP യുടെ ഉണ്ട്, ഡെല്ലിന്റെ ഉണ്ട്. ഇതൊക്കെ റെസ്പെക്റ്റീവ്ലി ഡെല്ലിന്റെ മോഡലാണല്ലേ. ഇതിനൊക്കെ സ്പെക്ക് എന്തായിരിക്കും?
ആയിരിക്കും? ഇത് 8GB RAM ഉണ്ട്, 256 SSD ഉണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണ്. അത്രയുണ്ട്. ആക്ച്വലി ഇതൊരു മിനി കമ്പ്യൂട്ടർ ആണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളോട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങളുടെ ടിവിനെ പോലും ഒരു കമ്പ്യൂട്ടർ ആക്കി മാറ്റാനായിട്ട് ഈ ഒരു ഐറ്റത്തിന് സാധിക്കട്ടെ. എല്ലാ തരം കണക്ടിവിറ്റി ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്, USB ഇൻ ഉണ്ട്. നോക്കി എത്ര പോർട്ടുകൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഏത് മോണിറ്ററിലേക്ക് വേണമെങ്കിലും ഇതിന്റെ കണക്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ എവിടെ വേണമെങ്കിലും ഒരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ടൈനി പീസിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് അപ്ഡേറ്റ്സ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് നമുക്ക് ഗെയിമിംഗ് PCയുടെ ഒരു സെക്ഷൻ ആണ് അല്ലേ? ഓക്കെ, എങ്ങനെയാ അപ്പൊ അതിന്റെ വിലയും പ്രൈസിംഗും ഒക്കെ എങ്ങനെയാണ്? ഗെയിമിംഗ് ഇപ്പൊ ഇതെല്ലാം ഒന്നാമത് ലൈറ്റ് യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 1.5 ലക്ഷത്തിന് മേലുള്ള എല്ലാം ഏകദേശം ആ ഒരു റേഞ്ച്. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഗെയിമിംഗ് PC എന്ന് പറയുമ്പോൾ തന്നെ ഒരു 1.5 ലക്ഷം രൂപയിലായിരിക്കും അതിന്റെ ഒരു ബേസിക് പ്രൈസ് നമുക്ക് നോർമലി വരുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ 1/3 വിലയിലാണ് ഇവരിവിടെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് PCs കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട്. ഇതെല്ലാം ഒരു 1 പീസ് ആണ്, റീഫർബിഷ്ഡ് ഐറ്റം അല്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ സെയിൽ ആയി പോയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു പീസ് കണ്ട അപ്പൊ തന്നെ ആ താഴേക്കാരന്റെ നമ്പറിൽ വിളിച്ചൊന്നില്ലെങ്കിൽ ബുക്ക് ചെയ്ത് ഇടുക. അപ്പൊ 1 പീസ് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ വേറൊരു മോഡൽ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത് അല്ലേ? ഈ വീഡിയോയിലെ ഐറ്റം ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. എന്തായാലും ഞാൻ സ്റ്റോക്ക് അപ്ഡേഷൻ നടത്താം. ഇത് ഏസറിന്റെ ഒരു മോഡലാണോ, ഗെയിമിംഗ് PC ആണ്. i5 12th ജനറേഷൻ അല്ലേ നദിയ? 16GB RAM വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്, 4GB RTX 3050 ഗ്രാഫിക്സ് കാർഡാണ്. വില എത്രയായിരിക്കും നമുക്ക് കൊടുക്കുന്നത്? 46,999 ആണല്ലേ? ഇത് ഏകദേശം ഒരു 1 ലക്ഷം അടുപ്പിച്ച് വിലയുള്ള സിസ്റ്റം അല്ലേ? 1 ലക്ഷം അടുപ്പിച്ച് വിലയുള്ള ഒരു സിസ്റ്റം ആണ് കേട്ടോ. അടിപൊളി ഗെയിമിംഗ് PC ആണ്. അപ്പൊ കുട്ടികളൊക്കെ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഗെയിമിംഗ് PC വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും പേടിക്കേണ്ട. പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലകളിലാണ് ഓരോ ഐറ്റംസ് വരുന്നത് കേട്ടോ. ഇതും ഏകദേശം ഒരു 50,000-ന് താഴെ നിൽക്കുന്ന ഗെയിമിംഗ് PCയുടെ മോഡലാണ്. i5 12th ജനറേഷൻ, 16GB RAM, 512 SSD, ഡിസ്പ്ലേ 15.6, RTX 3050, 4GB ഗ്രാഫിക്സ് കാർഡുള്ള ഒരു അടിപൊളി സിസ്റ്റം ആണ്. വില നമുക്ക് ഇതും 50-ന് താഴെ അല്ലേ? അതെ, ഇത് HPയുടെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ആൾക്കാർ ചോദിച്ചു വരുന്ന മോഡലാണ്. ഈ ഗെയിമേഴ്സിന്റെ ഇടയിൽ പേരെടുത്ത ഒരു മോഡലാണെന്ന് വിക്ടർ സീരീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അതിന് ഒരുപാട് ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഇതും അത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഗ്രാഫിക്സ് കുറച്ചുകൂടി കൂടുതലാണ്. 6GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ടല്ലേ? 6GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും കിട്ടുന്ന ഗെയിമിംഗില്. ഇതോ ഇതിലേക്ക് വരുമ്പോഴോ? ഇത് ഏസറിന്റെ നൈട്രോ എന്ന് പറയുന്നത് നല്ലൊരു മോഡലാണ്. ഏസർ നൈട്രോ അല്ലേ? വില എത്രയാ നമുക്ക് വരുന്നത്? ഇത് 78,999. 78,999 ആണ് പ്രൈസ്. 16GB 1TB SSD, i7 13th ജനറേഷൻ ആണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. ഇതെല്ലാം നല്ല മിന്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് ആണ് കേട്ടോ. ബ്രാൻഡ് ന്യൂനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ് ആണ് നമ്മുടെ ടെക്കിയിലെ ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്സിന് വരുന്നത്. ഗെയിമിംഗ് ലാപ്ടോപ്സ് തീർന്നിട്ടില്ല. ഈ ഒരു സെക്ഷൻ അല്ലേ, ഈ ഒരു ഏരിയ കംപ്ലീറ്റും ഗെയിമിങ്ങിന് വേണ്ടി. ഓക്കെ, ഗെയിമിംഗ് സിസ്റ്റംസ് ആണ് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അടുത്തൊരു മെഗാ ബൊണാൻസ മോഡൽ ഇരിക്കുന്നത്. ഇത് എന്തായിട്ടും ഇത് വർക്ക് സ്റ്റേഷൻ ആണ്. വർക്ക് സ്റ്റേഷൻ അല്ലേ? വർക്ക് സ്റ്റേഷൻ PC എന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ വലിയ ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ പോലും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വർക്ക് സ്റ്റേഷൻ PC. ഗ്രാഫിക്സ് ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് ഉണ്ട്. 12GB ഗ്രാഫിക്സ് ഉണ്ട് അല്ലേ? ഇതിന് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ അടുത്ത്, 2 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന ഐറ്റം. സിനിമയൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. പിന്നെ ഹൈ എൻഡ് മായ, 3D Max, ഹൈ എൻഡ് ഓട്ടോ കാഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഹെവി PC ആണ് കേട്ടോ. നമുക്ക് വില എത്രയാണ് നമുക്ക് വരുന്നത്? 75,999 രൂപ മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർത്താണ്. ഒരു ലൈഫ് ടൈം കമ്പ്യൂട്ടർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കമ്പനി വാറന്റി ഉള്ള ഐറ്റം ആണ്. ഇതേ 10th മാസം 2026 31 വരെ കമ്പനി വാറന്റി ഐറ്റം ആണ് കേട്ടോ ഈ ഇരിക്കുന്ന ഐറ്റം. i7 12th ജനറേഷൻ, 32GB RAM, SSD 512 ആണ് SSD. അതുപോലെ തന്നെ 15.6 ഇഞ്ച് വലിയൊരു ജൈജാന്റിക് ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ RTX A3000 ആണ് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 12GB ഗ്രാഫിക്സ് കാർഡ്. ഇതൊക്കെ ഒരു വാല്യൂ ഫോർ മണി ഐറ്റം ആണ്. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യരുത്. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചോ. നെക്സ്റ്റ് ഐറ്റം ദേ ഇരിക്കുന്നത് ഇതാണ്. Ryzen 9 5900H പ്രോസസർ വരുന്ന ഐറ്റം അല്ലേ? ഇത് അസ്യൂസിന്റെ ഐറ്റം ആണ്. ഇതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഡിറ്റാച്ചബിൾ ആണ് അല്ലേ? ഡിറ്റാച്ചബിൾ അല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഡിറ്റാച്ചബിൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതിന്റെ ഒരു മോഡലാണതല്ലേ? കാണുമ്പോഴേക്കും നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ സ്പീക്കർ, കൂളിംഗ് സിസ്റ്റം, കാര്യങ്ങളൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. കോമ്പാക്ട് ആണ് ഈ ഒരു ഐറ്റം കേട്ടോ. ഇതിന്റെ വില എത്ര വരുന്ന നദിയ? 64,999 ആണ് വരുന്നത് കേട്ടോ. MRP ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലും കുറച്ചുള്ള വിലയിലാണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഓഫറിൽ ഇവർ കൊടുക്കുന്നത് കേട്ടോ. അതാണ് എന്റെ വീഡിയോ കണ്ടുവരുമ്പോൾ പ്രത്യേകം പറയണം, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നതാണ്. സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ
RTX 3060 6GB ആണ് നമുക്ക് വരുന്നത് കേട്ടോ. Ryzen 9 5900 RAM 16GB ഉണ്ടല്ലേ. അടിപൊളി മോഡൽ. ഇവിടുത്തെ ഒരു ഹൈ എൻഡ് മോഡൽ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ സ്പെക് എങ്ങനെയാ? ഇത് വരുമ്പോഴത്തേക്കും അസ്യൂസിന്റെ വിവോ ബുക്ക് ആണ്. ഇത് വാറന്റി കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് റണ്ണിങ് ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഫെബ്രുവരി 20 വരെ വാറന്റി ഉണ്ട് കേട്ടോ. 2026 20 ഫെബ്രുവരി വരെ. RTX 4050 ആണല്ലേ നമുക്ക് വരുന്നത്. 6GB ഗ്രാഫിക്സ്. അപ്പൊ നല്ലൊരു പെർഫോമൻസ് വരുന്ന ഒരു PC ആണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതായത് എല്ലാത്തരം മോഡേൺ ഗെയിംസും ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട എല്ലാ ലാപ്ടോപ്പുകളും നമുക്ക് ഇപ്പൊ പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മോഡേൺ ഗെയിംസും വളരെ ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും കേട്ടോ. ഒരു ലാഗോ കാര്യങ്ങളോ പിക്സലിഡിയോ കാര്യങ്ങളോ ഒന്നും വരില്ല അല്ലേ. അത്രയധികം നമ്മൾ പെക്കുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ SSD എന്ന് പറയുന്നത് 512 ആണ് SSD വരുന്നത്. ഡിസ്പ്ലേ 15 ഇഞ്ച് ഉണ്ട്. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല വിശാലമായിരുന്നു നമുക്ക് TV കാണുന്ന പോലെ ഇരുന്ന് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും നമുക്ക് VGA ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വലിയ സ്ക്രീനൊക്കെ കൊടുക്കാം. ഗ്രാഫിക്സ് ഡിസൈനേഴ്സിനും പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും റൺ ആവും. പ്രീമിയർ പ്രോ അതുപോലെ തന്നെ ഇപ്പോഴുള്ള എല്ലാ സംഭവങ്ങളും ഫിലിമോറ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ്ഫുൾ ആവും. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഈ മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് നല്ലത് നിങ്ങൾ ഇതുപോലെയുള്ള പെർഫോമൻസ് PCs ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അതിൽ വല്ല അഡോബ് പ്രീമിയറോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് മാത്രമല്ല ഗ്രാഫിക് ഡിസൈനേഴ്സിന് കോറൽ ഡ്രോ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പോലെയുള്ള സംഭവം വെച്ചിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കോറൽ ഡ്രോ ഒക്കെ വളരെ ഈസി ആയിട്ട് റൺ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കും. ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഇപ്പൊ സാധാരണ ഒരു വർക്ക് പോലും നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ ടെക്കിയുടെ എല്ലാ ലാപ്ടോപ്പിനും 1 TB മിനിമം അവർ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഫയൽസ് വെച്ചാലും ലാവിഷ് ആയിരിക്കും നിങ്ങളുടെ ലാപ്ടോപ്പ്. കുറച്ചുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന മോഡൽ ലാപ്ടോപ്പ് ആണ് ഈ കാണുന്നത്. അതായത് ഓഫീസ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളാണ്. ആയിരക്കണക്കിന് മോഡൽസ് ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 25,000 തൊട്ട് 30,000 പ്രൈസ് റേഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അതാവുമ്പോഴേക്കും ഒരു പെർഫെക്റ്റ് സിസ്റ്റം നമുക്ക് കിട്ടും. അതെ അതെ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും കണ്ട i5 8th ജനറേഷൻ 8GB RAM 256 SSD NVMe ആണ്. പിന്നെ ബാക്കപ്പ് ആണ് ഇതിന്റെ മെയിൻ. ഇത് വരുന്നത് 5 മണിക്കൂറിന്റെ അടുത്ത് ബാറ്ററി ബാക്കപ്പ്. 5 മണിക്കൂർ ബാറ്ററി അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ക്യാരി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലാപ്പുകളാണ്. ലേഡീസിനാണ് കൂടുതലും ഇത് ചോദിച്ചു വരുന്നത്. ഓക്കെ, പിന്നെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീൻ ആണല്ലേ. ഓക്കെ ഓക്കെ, അത് കൊള്ളാട്ടോ. അടിപൊളി ഐറ്റം. ടച്ച് സ്ക്രീൻ ഒക്കെ ഈ വിലയിൽ നമുക്ക് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കിട്ടുമെന്ന്. അതുമല്ല ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണ്, നമ്പർ 1 ബ്രാൻഡാണ് അല്ലേ. അടിപൊളി ഐറ്റം ആണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു പീസാണ് ഇത് വരുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെക്കാരൻ നമ്പറിൽ വിളിച്ച് നിങ്ങളൊന്ന് വാങ്ങിക്കുക. 24,999 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇതും തന്നെ HP-യുടെ ആണ് വരുന്നത്. നല്ല കാണാനും നല്ല ഫിനിഷിംഗ് ആണ്. ലേഡീസിനാണ് ഇതൊക്കെ കൂടുതൽ ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടം. ലേഡീസിന് ഒരുപാട് ഈ മോഡൽ കളർ വരെ എടുക്കും അല്ലേ. ഇത് ലൈറ്റ് യൂസ് ആണ്. നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. എലൈറ്റ് ബുക്ക് സീരീസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ ഇവിടെ എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ ഫിനിഷിലാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. 6 hours ബാക്കപ്പ്. അതായത് എനിക്ക് ബിസിനസ്സുകാർ ഇപ്പൊ പെട്ടെന്ന് ഫ്ലൈറ്റ് യാത്രയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് വർക്ക് ഫ്ലൈറ്റിൽ വെച്ച് ചെയ്യാം, ക്യാരി ചെയ്യാനായിട്ട് ഈസിയാണ്. സ്റ്റുഡൻസിനാണെങ്കിൽ പ്രൊജക്ട്സ് ഒക്കെ ഓൺ ഗോ നമുക്ക് ബസ്സിലൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാം. അതാണ് അതിന്റെ പർപ്പസ് കേട്ടോ. 8GB RAM വരുന്നുണ്ട്. അതൊന്ന് ലൈറ്റനിങ് തണ്ടർ ലൈറ്റനിങ് ഫാസ്റ്റ് ആയിരിക്കും. 14 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. നെക്സ്റ്റ് ഏത് ഐറ്റം ആണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്? അതിന്റെ തന്നെ മോഡൽ വരുന്നതാണ് ഇത് i7 വരുമ്പോൾ. റൈസനിലാണ് വരുന്നത്. ഇത് i7 11th ജനറേഷൻ. ഇതിന് 16GB ഉണ്ട് RAM. അപ്പൊ തണ്ടറിങ് ഫാസ്റ്റ് ആണ്. 37,999 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ 26,999 ഡെല്ലിന്റെ ഐറ്റം വരുന്നുണ്ട്. i5 10th ജനറേഷൻ 8GB RAM 256 സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 32,999 i5 HP-യുടെ ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. 29,999 Ryzen 5 Pro HP-യുടെ ഇരിക്കുന്നുണ്ട്. 8GB RAM SSD വന്നിട്ട് 256 14 ഇഞ്ച് ഡിസ്പ്ലേ 2.5 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്ന ഒരു മോഡലാണ്. ഇതും 27,999 ഡെല്ലിന്റെ മോഡലാണ് അല്ലേ. i5 10th ജനറേഷൻ ആണ്. 16GB RAM SSD 512 ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണോ? ഫിനാൻസ് അല്ല, നമുക്ക് ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ. ക്രെഡിറ്റ് കാർഡ് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ ഏത് ജില്ലക്കാർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 27,999 മോഡലുണ്ട്. i5 10th ജനറേഷൻ 16GB റാമിന്റെ മോഡലാണ്. 512 SSD ഇതെല്ലാം സെയിം തന്നെ മോഡൽസ് ആണ് അല്ലേ. വ്യത്യാസമുണ്ട്. അത് രണ്ടും സെയിം. ഈ ഒരു മോഡൽ 3 മണിക്കൂർ i7 വരുന്നതാണ്. ഓക്കെ, i5 ഇത് i7 10th ജനറേഷൻ. സെയിം സീരീസ് ആണ്. പക്ഷെ ചെറിയൊരു സ്പെക്കിൽ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ ലേഡീസിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡലാണ്. ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾ
കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു മോഡലാണ്. നല്ല ഡിസൈൻ വരുന്ന അസ്യൂസിന്റെ വിവോബുക്ക് സീരീസ് ആണ് ഇത്. i5 13th ജനറേഷൻ 8GB റാം 512 SSD നമുക്ക് വരുന്നുണ്ട്. 5 മണിക്കൂർ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ബാക്കപ്പ് കിട്ടും അല്ലേ? അടിപൊളി കേട്ടോ. ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഡിസൈനേഴ്സ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ മോഡലാണ്. യുണീക്ക് പീസാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒരു സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുപോലെ ഈ ഇരിക്കുന്ന കംപ്ലീറ്റും അതുപോലെ 27, 37 തുടങ്ങിയ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓഫീസ് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകളുടെ വിശാലമായ ശേഖരമാണ്. അതുപോലെ ഇതിരിക്കുന്ന ലെനോവോന്റെ ആണ്. ലെനോവോന്റെ 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്ന ലാപ്ടോപ്പാണ് i5 11th ജനറേഷൻ 16GB റാം വരുന്നുണ്ട്. ഇതൊക്കെ ടച്ച് ആണല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ടച്ച് ആയിരിക്കും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ചിലവർ ചോദിച്ചു തന്നെ വരും ടച്ച് സ്ക്രീനിന്റെ ആണല്ലേ? അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? ഇതൊക്കെ ആ മോഡലിൽ വന്നതാ 360 നമുക്ക് ടാബ് പോലെ തന്നെ മടക്കി യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ എല്ലാവരും ഈ ടച്ച് സ്ക്രീൻ മൊബൈൽ ആണല്ലോ നമ്മുടെ കേരളത്തിലല്ല ലോകത്ത് മുഴുവൻ അത് യൂസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിലാണെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. ഇത് എന്ത് വിലയിലായിരിക്കും ഇതൊക്കെ വരുന്നത്? 35,999 രൂപയാണ് പ്രൈസ് വരുന്നത്. 360 ഡിഗ്രി ലാപ്ടോപ്പുകളുടെ ഒരു കളക്ഷൻ ആണ് ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ് കേട്ടോ. ഇത് സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ്. ഇത് ഏതൊക്കെ കമ്പനിയാണ് നമുക്ക് വരുന്നത്? HP, Dell, Lenovo ഒക്കെ ഉണ്ട്. HP, Dell, Lenovo ഒക്കെയാണ് വരുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് ഇതാണ് 25,999 മോഡൽ. ഇത് ഏത് കമ്പനി ഏത് നമുക്ക് വരുന്നത്? HP അല്ലേ? i5 10th ജനറേഷൻ 8GB റാം SSD വരുന്നത് 128GB SSD ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഡെസ്കിൽ വെച്ചിട്ട് ഒരു ലാപ്ടോപ്പ് ആയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ ഇരുന്ന ഒരു ലാപ്ടോപ്പ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓഫീസിലൊക്കെ നമുക്ക് എന്താ പറയുക ബോസിനൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ടാബ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രൊഫസേഴ്സ് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് റൈറ്റ് ചെയ്തൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും. അത് ഭയങ്കര ഒരു എന്താ പറയുക എർഗണോമിക് ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് അതിന്റെ മറ്റൊരു മോഡലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഏത് കമ്പനിയാണ്? ഇത് HP, അത് Lenovo. ഇത് ലെനോവോയിൽ വരുന്ന മോഡലാണ് അല്ലേ? ഓക്കെ. ഇതിന് 30,999 അല്ലേ? ഇതെങ്ങനെയാണ് ഇതിന്റെ വിലയും കാര്യങ്ങളും? വില എത്രയാണ്? അതിന്റെ വരുമ്പോഴത്തേക്കും 28,900. ഇതിന് 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഡെല്ലിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതും നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡലാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് 360 കാണിച്ചു തരാം. സിൽവർ ടൈപ്പിലുള്ള ഒരു സിൽവർ അല്ല ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ബോഡി പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡലിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ഒരു സിൽവർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അല്ലേ നമുക്ക് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ആളുകളെ കാണിച്ചു കൊടുത്താൽ ആളുകൾക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കണ്ടോ ലെനോവോന്റെ മോഡൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. എല്ലാം വാല്യൂ ഫോർ മണിയാണ്. അതായത് ലാപ്ടോപ്പ് വാങ്ങിച്ച് വെറുതെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കണ്ട. നേരെ നമ്മുടെ വൈറ്റിലെ ജംഗ്ഷനിൽ തന്നെയുള്ള ടെക്കിയിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രം മതി. ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്താ പറയുക ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? ബാഗ് അടിപൊളി ഒരു ബാഗാണ് ഇവർ ആ ഒരു 2026ന്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ ടാബ് ആണെങ്കിലും പഴയ കമ്പ്യൂട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പഴയ ലാപ്പൊക്കെ വർക്ക് ചെയ്യാത്ത ലാപ്പൊക്കെ ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നല്ലൊരു വാല്യൂ അതിന്റെ മൂല്യം അനുസരിച്ച് തന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് വലിയൊരു സംഭവമാണ്. യൂസ്ഡ് ലാപ്ടോപ്പ് സെന്ററിൽ തന്നെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. യൂസ്ഡ് ലാപ്ടോപ്സിന് എക്സ്ചേഞ്ച് ഒന്നും അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് സൂൺ മൊബൈൽ ഫോൺസ് ആർ ഓൾസോ ലോഞ്ചിങ് ഹിയർ കേട്ടോ. അതിപ്പോ നമ്മുടെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലാപ്ടോപ്പിന്റെ വിശേഷങ്ങൾ. ഓൾ കേരള ഇവര് ഫ്രീ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള 14 ജില്ലയിലെ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ നിങ്ങൾക്ക് ഇവർ അയച്ചു തരും. താഴെ കണ്ട നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇവിടെയുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് പറയുമ്പോൾ ആ റേഞ്ചിലുള്ള ഐറ്റംസ് നിങ്ങളെ ഇവിടെ വീഡിയോ കോൾ ചെയ്ത് അത് കാണിച്ച് ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ച് നിങ്ങൾ തൃപ്തി വന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിലെ മുക്കിലും മൂലയിലേക്കും അയച്ചും ഇവർ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി നേരിട്ട് വരാനുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടത്. നമ്മുടെ വൈറ്റിലെ മൊബൈലിറ്റി ഹബിന് തൊട്ടടുത്ത് നമ്മുടെ വെൽകെയർ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ടെക്കിയുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഏകദേശം 4ാമത്തെ വീഡിയോ ആണ് ടെക്കിയുടെ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ കേരളത്തിൽ അല്ലേ? എനിക്കൊന്ന് കാസർഗോഡ് പോലെ ട്രിവാൻഡ്രം വരെയുള്ള ആളുകൾ നേരിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അയച്ചു കൊടുത്തുകൊണ്ടല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടോ. കാരണം ഒരു സാധാരണക്കാരായ ഒരു കുടുംബത്തിന് ഒരു ലാഭം എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ എന്നുള്ളൊരു എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ ദൂരം ബസ്സിൽ വരാം. വെൽക്കറിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വരുന്ന ആൾക്കാർക്ക് അങ്ങനെയും വരാം കേട്ടോ. പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഇത്രയും നേരം നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത് നാദിയാണ്. നാദിയെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.